ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പൈസി ചിക്കൻ ആണ്. സെമി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സ്പൈസി ചിക്കൻ സെമി ഗ്രേവിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 വലിയ സവാള ഉള്ളി അരിഞ്ഞത്, ഒരു 10-12 ചെറിയുള്ളി അരിഞ്ഞത്, ഒരു 5 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 കിലോ 200 ഗ്രാം 1 കിലോയും 200 ഗ്രാമും ഉള്ള ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിക്കനിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് മുളക് പൊടി ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മുളക് പൊടിയും ഒക്കെയാണ് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഒരു അരമണിക്കൂർ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ചിക്കന് ചേർക്കാൻ വേണ്ടിയുള്ള സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്ക, ഒരു 2 കഷ്ണം ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, ഒരു 2 നുള്ള് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇടിച്ച് ചതച്ചെടുക്കാം. ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഇടിച്ച് ചതച്ചാണ് എടുക്കുന്നത്. നമുക്ക് 4 കഷ്ണം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇടിച്ച് ചതച്ചെടുക്കാം. നന്നായിട്ട് ഇടിച്ച് ചതച്ചെടുക്കാം. നമ്മൾ ഇടിച്ച് ചതച്ച് ഇഞ്ചപ്പരുവാക്കി എടുക്കുക എന്ന് പറഞ്ഞില്ല, അതുപോലെ ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ കറിയുടെ ഗ്രേവി തയ്യാറാക്കാം. പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. സവാള ഉള്ളിയും ചെറിയ ഉള്ളിയും 2 ഒന്നിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ടി കിട്ടുമെന്നാണ് പറയുന്നത്. പകുതി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പൊടി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി 1/2 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 3/4 സ്പൂൺ. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. നല്ല സ്മെല്ലും നല്ല ഒരു രുചിയും കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കഴിക്കാം. തക്കാളി ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയാണ്. 2 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കി ചെക്ക് ചെയ്യാം. ഗ്രേവി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഗ്രേവിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച്
ചെറിയ തീയിൽ തീ കുറച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കാം. വെള്ളം ഒഴിക്കാൻ പാടില്ല, വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് അത് വേകും. അപ്പോൾ അത് നമ്മൾ ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കി കണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ തുറന്ന് നോക്കി ചെക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ ഒരു 90% ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വയ്ക്കാം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ സ്പൈസി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.